ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പൊടിയും ശർക്കര ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും കാണുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ പറ്റും. അതിൽ കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇടാം. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണേ. നമ്മൾ എത്ര ഗോതമ്പ് പൊടി എടുക്കണോ അതിൻ്റെ നേർപകുതിയാണ് നമ്മൾ തേങ്ങാപ്പീര എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം നമുക്ക്. പിന്നെ 1/4 ടീസ്പൂൺ സാദാ ജീരകം പൊടിച്ചതും ചേർക്കാം. ഇത് ജീരകത്തിൻ്റെ പൊടി നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ചേർക്കണമെന്നേ ഉള്ളൂ. ഏലക്കയുടെ പൊടി മാത്രം ചേർത്താലും മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ മുഴുവൻ എടുക്കേണ്ട ഉപ്പ്, 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ്. എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. ശർക്കരപ്പാനി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു വലിയ കട്ട ശർക്കരയായിരുന്നു, ഒറ്റ പീസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീകി എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് 1/4 കപ്പ് ശർക്കര ഉണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് നമുക്ക് അടികട്ടിയുള്ള ഒരു പാൻ വെക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ഉരുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഏകദേശം 150 ml വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള അളവിലുള്ള വെള്ളം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് വറ്റിക്കൊന്നും വേണ്ട കേട്ടോ. ഒത്തിരി നേരം ഒന്ന് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളെ ചൂടോട് കൂടിയിട്ടുള്ള നല്ല ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇത് ഒഴിക്കണം. ചൂട് മാറാൻ വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഗോതമ്പ് മിക്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കറക്റ്റ് അളവാണ് ഇത് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് മാവ് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി ടൈറ്റായി പോകാനും പാടില്ല. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, അപ്പോൾ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പരുവം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാണ് ലാസ്റ്റായിട്ട്. ഇത് ബേക്കിംഗ് സോഡയാണ്. ഒരു പിഞ്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഷേപ്പിൽ നല്ല ഉരുണ്ട് വരും. അതേപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്ടും നമുക്കിത് ചെയ്യാം കേട്ടോ. പക്ഷെ കുറച്ച് കട്ടിയാവുന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. ഒരു നുള്ളു മതി, ഒരു പിഞ്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ചേരുവകളെല്ലാം നാടനല്ലേ. ശർക്കര, തേങ്ങാപ്പീര, ഇതൊക്കെ നാടൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ ഞാൻ 1 ഇഞ്ച് ഹൈറ്റിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഇത് മുക്കി പൊരിക്കാൻ പാകത്തിനുള്ള അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പോർഷനായിട്ട് എടുത്തിട്ട് ഓയിലിലേക്ക് ഇടാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇടുമ്പോഴേക്കും ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു വരും. പക്ഷെ അകത്തൊന്നും വേവുകയുമില്ല. അതുകൊണ്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. അതേപോലെ തന്നെ തീ കുറച്ചും വെക്കാൻ പാടില്ല. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് അങ്ങ് എണ്ണ കുടിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആവശ്യാനുസരണം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ കളർ ചേഞ്ച് ആയി വന്നത് നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റാം. കണ്ടോ, ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള മാവും കൂടിയിട്ട് അടുത്ത ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഉള്ളത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ഒരുപാട് സമയവും ആവശ്യമില്ല. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.